ഹേ ഗൈസ്, ഇന്ന് നമ്മുടെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആണ് ഗൈസ്. ഓണം സെലിബ്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ടാവും ഗൈസ്. ഇപ്പോൾ നമ്മളെല്ലാം വൈബ് അടിക്കാൻ പോകുന്നു. കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അല്ലേ ധനു? ധനു കുറച്ച് മൂഡ് ഓഫിലാണെന്ന്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഞാൻ അവളുടെ വൈബ് ആക്കിയിരിക്കും. പക്ഷേ ഈ ഗ്ലാസ്സിൽ അങ്ങോട്ട് നീ ഒന്ന് ആദ്യം ഒന്ന് മര്യാദയ്ക്ക് കണ്ടില്ലേ ബി? കൊള്ളാമോ ഗൈസ്? കമൻറ്റ് പറ. അപ്പോൾ നമ്മൾ ഇനി വ്ളോഗിലേക്ക് പോകാൻ ഓണം വൈബ് സ്റ്റാർട്ടായി ഗൈസ്. ലെറ്റ്സ് ഗോ. കവിളത്ത് കുറുമ്പിൻ്റെ കുളിരുമ്മ സമ്മാനം. ഗൈസ്, ഇത് ജമന്തി പൂവല്ല, ഇത് പ്ലാസ്റ്റിക് പൂവാണ്. കണ്ട ജമന്തി പൂ പോലെ ഇല്ലേ, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതാണ് ഇക്കച്ചി ഷിയാസിക്ക, നമ്മുടെ സ്വന്തം ഷിയാസിക്ക. കണ്ണാടി വെച്ചാലേ ഷിയാസിക്കയ്ക്ക് ഒരു പവർ ആവുള്ളൂ. ഷിയാസിക്കയ്ക്ക് ഒരു യോ കൊടുക്ക്. ആദ്യമായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഓഫീസിൻ്റെ അത്തം കാണാനാണ്. കമോൺ. ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ അത്തപ്പൂക്കളം. കാണൂ. രാവിലെ ഞാൻ കുറച്ചൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് അത്തം ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരൊക്കെ ഇടുന്ന കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. ഇവിടെ വന്ന് പൂക്കളൊക്കെ വെച്ച് കുറച്ച് അത്തമൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓഫീസിൽ ഒരുപാട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഇതിനകത്ത്. അപ്പം കുറച്ച് ഷോട്ട്സേ ഇവിടെ നമ്മൾ കവർ ചെയ്യുള്ളൂ, ഈ അത്തവും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് നമ്മുടെ ഇവിടെ ക്യാമറ യൂസ് ചെയ്തുകൂടാ നമുക്ക്, അല്ലേ? അതെ, അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് ഓണം വൈബിന് കുറേ പരിപാടീസ് ഉണ്ട്. അതൊക്കെ കാണാം ഗൈസ്. കമാൻ. A few moments later. ഡേയ് വാ പൊളിക്കാം. ഇതാണ് നമ്മുടെ പ്രോജക്റ്റിലുള്ള ബഡീസ്. എല്ലാരും ഒരു ഹായ് പറയൂ ഗൈസ്. ഒരു ഹാപ്പി ഓണം കൂടി. ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഇനി അല്ലയാ ഉണ്ടാ, നിങ്ങൾ ഉണ്ടാ. അപ്പൊ നമ്മൾ ഇനി എന്ത് കാണാൻ പോണേ? വടംവലി ഗൈസ്. ലെറ്റ്സ് ഗോ. കം ഓൺ. பாத்தீங்களா, ஓணம் அடிப்பொலி சூப்பர் ஆக்கும். ஓணம் இந்த வருஷம் தனு உண்டு, விலசுதாங்க வேற லெவல்ல இருக்கு. അല്ലേ ഇത് പഴം എന്തെന്ന് പറ. അടുത്ത പഴമല്ല, നമ്മളാണ് ഗൈസ് ഈ വടംവലിയിൽ ജയിച്ചത്. അതുകൊണ്ട് പഴം. Go and eat one more. എനിക്കൊന്ന് എടുത്താ. നല്ല പസി ഗൈസ്, നല്ല പസി. അത്ര പഴുത്തില്ലെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, തിന്നാൻ കൊള്ളാം. You need banana. എങ്ങനെ ഉണ്ടായിരുന്നടാ വനവലിയൊക്കെ? കൊള്ളായിരുന്നടാ. ക്ഷീണിച്ചല്ലേ? വേറെ ഏതുപോലെയാണ് അത് നമ്മുടെ വടംവലിക്ക് ജയിച്ചുകൊണ്ട് നമ്മുടെ ടീമിനൊക്കെ അതാക്കൂലെ പറ്റിയാണ്. അതെ ഞാൻ ഇൻവെർട്ടറൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നും എടുക്കും പോലെ ഹണി എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാംസും സദ്യയും ഇതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവ சொன்ன மாதிரி வேலையும் பார்க்கணும். 5:30 வரைக்கும் இது எங்களுக்கு கிடைச்ச டைம் வந்துட்டு வெறும் 1.5 மணிக்கூറാக்கு. புரியுதா? இதில் வந்துட்டு செலிப்ரேஷனா, അടുത്ത ചാപ്പാടാണ്. ശരി, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. കമാ. ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഇത് അത്തമാണ്. ഈ അത്തം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാണോ 2 ദിവസം മുന്നേ വേറെ ഏതോ കമ്പനിയുടെ പരിപാടിക്ക് അത്തമാണ്. ഇതുവരെ ആരും വാരിയിട്ടില്ല. അത് അവിടെ നല്ല തരിപ്പണമായി കിടപ്പുണ്ട്. കമാൺ. ഇതാണ് ഗൈസ് നാഗവല്ലി, നമ്മുടെ മണിച്ചിത്ര താഴിലെ നാഗവല്ലി. കണ്ണോട് പാട്ട് പറയടാ.
അളി എനിക്ക് അതിന്റെ ഇത് പടത്തിന്റെ പേര് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ. എടാ ഇവരെ നാട്ടിലാ എടാ മണിച്ചിത്രത്താഴ് അല്ല, നിങ്ങളുടെ നാട്ടിൽ വേറൊരെണ്ണം ചന്ദ്രമുഖി. അത് തന്നെ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് ഫ്ലോർ. ആളേറാണ്ട് വണ്ടി നീ കുറച്ചു നേരം നിന്റെ വ്ളോഗാണിത്, നീ ഹാൻഡിൽ ചെയ്യും. എനിക്ക് വിശക്കുന്നു. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ നട്ടുച്ചയ്ക്ക് ഞാൻ പിന്നെ എന്തോ കഥകളി കളിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഓണാഘോഷം? ഇന്നത്തെ ഓണം അടിപൊളിയായിരുന്നു. ഈ പ്രോത്സാഹനത്തിലുള്ളതിനെക്കാട്ടി എനിക്ക് നല്ല ഓണം ഇതായിരുന്നു തോന്നുന്നു. നീ വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് 2 വർഷമായി. അപ്പൊ ഇതുവരെ കണ്ടതിൽ ഏറ്റവും അടിപൊളി ഓണമല്ലേ? അതെ, ഇത് 2ാമത്തെ ഓണമായതുകൊണ്ട് കഴിഞ്ഞ ഓണം കൊള്ളായിരുന്നു. ഇത് ഈ ഓണം കൊള്ളായിരുന്നു. സുജി സുരേഷ്, സുജി ഓണത്തിനെ പറ്റി 2 വാക്ക്. നല്ല ഓണമായിരുന്നു, 2 വാക്ക് ഇഷ്ടമായി, അടിപൊളി. നല്ല ഓണം. അത്രേ ഉള്ളൂ. അശ്വിൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഓണത്തിനെ പറ്റി 2 വാക്ക് പറയട്ടെ. ചെണ്ടമേളം 2-3 പേരും കൂടെ വേണമായിരുന്നു. ഇതിനകത്ത് ക്യാമറ കയറാൻ പറ്റില്ല. ഷെയ്ൻ ഷാനവാസ് പുറത്ത് വരും, അവനൊരു ഇൻവെർട്ടറാണ്, അതുകൊണ്ട് തന്നെ ക്യാമറ കയറുന്ന അറിയില്ല. ശ്ലോബി ഓണത്തിനെ പറ്റി 2 വാക്ക്. ഓണം കഴിഞ്ഞല്ലോടാ. ഇല്ല 2 വാക്ക്. ഓണം ഷാജിബ 2 വാക്ക് പറയണം. ഞാൻ പറയാൻ വന്നേ ചേട്ടാ, ഞാൻ പറയാൻ ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറ. ഒരുത്ത മാറിപ്പോണോ ഇൻവെർട്ടർ ശരി. ഓണത്തിനെ പറ്റി 2 വാക്ക്. ഞാനില്ല, ഒന്നുമില്ല. എടാ പറയട്ടെ, 2 വാക്ക് പറയണം. ഓണത്തിനെ പറ്റി പറയാനൊന്നുമില്ല. ഓണത്തെ കുറിച്ച് 2 വാക്ക് പറയണം. പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം കളറായിരുന്നു, പൊളിയായിരുന്നു. ഓണത്തെ കുറിച്ച് 2 വാക്ക്. കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു, കൊള്ളാം 2 വാക്ക്. ഞാൻ പറഞ്ഞു കളറും പൊളിയും 2 വാക്ക്. കൂടുതലൊന്നും പറയല്ലേ? എന്തിനാ, സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഡാൻസ്? ഗേൾസിന്റെ ഡാൻസ് എല്ലാം പക്കയായിരുന്നു, അതേപോലെ ബോയ്സിന്റെ അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം, മനസ്സിലായ നമ്മുടെ ഓഫീസിന്റെ പാർക്കിംഗ്. സദ്യ 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 ഒന്നായില്ലടേ. പിന്നെ പറയണ്ടേ, ഐ വാസ് എക്സൈറ്റഡ്. സെലിബ്രേറ്റ് കണ്ടോളൂ ഗൈസ്. ഇവള് വല്ലതും പറയാം, എന്റെ കളറിന് നോക്ക് ഗൈസ്. നേരത്തെ ഇരുന്നതിനെക്കാട്ടിലും ഞങ്ങൾ വെയിലിൽ വെച്ച് പടം കളിക്കുന്നത് അത് കുഴപ്പമില്ല, പക്ഷെ ഇവർക്ക് വെയിലിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ടാൻ അടിക്കുന്ന ഒരു ഡയലോഗ് ഇവർക്ക്. നമുക്ക് നമ്മള് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരാ, അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ശരി, സദ്യ അവിടെ കുറച്ച് നേരം മുമ്പേ സദ്യ 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 എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ സാധനം എൻ്റെ കയ്യിലുണ്ട് ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇതിന് ഇടണം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളെല്ലാവരും ഇരുന്ന് സദ്യ കഴിക്കാൻ പോവാണ്. എനിക്ക് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ദേ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. എന്നെ മാത്രം ദേ ഇങ്ങനെ ഇരുത്തി. ചോറൊട്ടും എന്തില്ല ഗൈസ്, പക്ഷേ വിശന്നാൽ നമ്മൾ എന്തും തിന്നണം അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അല്ലേ അതേ? അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം. എനിക്കാണെങ്കിൽ വെച്ചിട്ടൊന്ന് കഴിച്ചു തുടങ്ങാം ഗൈസ്. പരിപ്പ് കിട്ടിയില്ല. ഇവിടെ എത്തുമ്പോൾ എല്ലാം തീർന്നു, പരിപ്പും തീർന്നാന്തോ. ഭയങ്കര മധുരം. ഒരു സാധാരണ ബോളിക്ക് നല്ല മധുരം കാണും, അപ്പം പായസത്തിന് മധുരം എന്ത് ചെയ്യണം, കുറച്ചൊന്ന് താന്ന് നിൽക്കും, എങ്കിലേ അത് ബാലൻസ് ആവുള്ളൂ അല്ലേ? അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. ഇനിയാണ് നമ്മളുടെ എന്നുള്ള പണി. ഓണമായിട്ട് പോലും നമുക്ക് റെസ്റ്റ് ഇല്ല. ഇന്ന് ഉത്രാട ദിവസമാണ്, എല്ലാവർക്കും വെക്കേഷൻ, അവധി. പണ്ട് സ്കൂളിലായിരുന്നപ്പോൾ ഈ സമയത്തൊക്കെ 10 ദിവസത്തെ അവധി വെക്കേഷന് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളിതാ ഇവിടെ വന്നിരുന്ന് പണിയെടുക്കണം. നമ്മുടെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇനിതാ നമ്മൾ ഹാഫ് സാരിയും മുല്ലപ്പൂ ഒക്കെ ചൂടി പോയിരുന്ന് പണിയെടുക്കും ഗൈസ്. എല്ലാവർക്കും ഒരു ഉണ്ട്, എന്താണെന്നറിയോ, നമ്മൾ ടെക്നോ പാർക്കിൽ പണിയെടുത്താൽ ഫ്രീ ആയിരിക്കും, അങ്ങനത്തെ ഒരു ചിന്താഗത ഉണ്ട്. എസ്പെഷ്യലി നിന്റെ കമൻറ്റിൽ പോലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ട് അത്? ആ ശരിയാണ്, ഞാനത് ഓർക്കുന്നു. പക്ഷെ അയാൾ കമൻറ്റ് ഡിലീറ്റ് ആക്കി പോയി, അതല്ലേ? എന്ത് കമന്റ് ഒന്ന് പറ. അത് പറഞ്ഞത് അല്ല, ഞാനിങ്ങനെ ഈ വീഡിയോസ് ഇടുമ്പോഴേ ടെക്നോ പാർക്കിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്ത് ആൾക്കാർ, ഈ എന്തുവാ IIT-കാരന്മാർക്ക് പോലും ഇവർ വാങ്ങുന്ന എന്ത് വരുന്നടാ അത്, IIT-കാരന്മാർക്ക് നമ്മൾ ഒരു വർഷത്തിൽ വാങ്ങുന്നത്, അതായത് ഒരു വർഷം ഇത്ര ഇൻകം ഉണ്ടല്ലോ ഒരു എംപ്ലോയിക്ക്, അത് ഒരു IIT-കാരൻ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചേട്ടൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു. ഞാനത് കണ്ടില്ലെന്ന് വിചാരിക്കരുത്, ഞാനത് കണ്ടു.
പക്ഷേ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അതിന് മുന്നേ പുള്ളിക്കാരൻ അത് ഡിലീറ്റ് ആക്കി പോയി. എല്ലാവർക്കും IIT-കാരന്മാരാവാൻ പറ്റുമോ? എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ആവാൻ പറ്റുമോ? ഇല്ല. പറ്റുന്ന പണിക്കല്ലേ പോകാൻ പറ്റുള്ളൂ ചേട്ടാ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകം എന്നേ രക്ഷപ്പെട്ടനെ. കാര്യം എല്ലാവർക്കും IIT-കാരന്മാരായാൽ പോരായിരുന്നു. എന്തായാലും എൻ്റെ ബുദ്ധിക്കും എൻ്റെ യുക്തിക്കും എൻ്റെ യുക്തിയല്ലല്ലോ എൻ്റെ ബുദ്ധിക്കും എൻ്റെ സ്കില്ലിനും വെച്ചുള്ള ഒരു ജോലി ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, ഞാൻ പോകുന്നു. എനിക്ക് അത്രേ ഉള്ളൂ ആ ഒരു സന്തോഷം. പിന്നെ ഇതൊക്കെ ഈ ഒരു സെലിബ്രേഷനൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണം നമുക്ക് പോയിരുന്ന് പണിയെടുക്കാൻ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ആ കഥ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, പുള്ളി പറഞ്ഞ ആ ഡയലോഗ് ഞാനിപ്പോൾ ഓർത്തു. അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഇന്നത്തെ ഓണം നമ്മൾ നമ്മുടെ മാക്കാൻ അഭിജിത്തിൻ്റെ കൂടെയാണ് കൂടുതലും ആഘോഷിച്ചത്. ഈ മാക്കാൻ അറിയാലോ, കന്യാകുമാരി ആണ്. അപ്പോൾ പുള്ളി കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ഓണം അല്ലേടാ? രണ്ടാമത്തെ ഓണമാണ്. ഓ മൈ ഗോഡ്, ഇവിടെ കറി വീണ് കിടപ്പുണ്ട്. ഇതുവഴി പോയാൽ ഞാൻ ഇപ്പം പടവായനെ തെറ്റി വീണ്. സോ നമുക്ക് കുറച്ച് ഒഴിഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ബൈ പറയട്ടെ അഭിത്തെ. അപ്പോൾ ടാറ്റാ. ഇനി പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ബൈ.